എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കാർ മെയിൻ്റനൻസിനെ പറ്റിയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്തെ കാർ മെയിൻ്റനൻസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മഴക്കാലത്ത് മാത്രം ശ്രദ്ധിക്കേണ്ടവയല്ല, എന്നിരുന്നാലും മഴക്കാലത്ത് കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പം മഴ പെയ്തു തുടങ്ങി, അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ഒക്കെ നീക്കുന്ന ഒരു സാഹചര്യം ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ യാത്രകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വാഹനം ഉപയോഗിക്കുന്നവർ, കാർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ വാഹനത്തിൻ്റെ ടയറുകളാണ്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ടയറുകൾ എപ്പോഴും നല്ല ട്രെഡുള്ള ടയറുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇപ്പം മഴക്കാലമാണെങ്കിലും അല്ലെങ്കിലും അത് തന്നെ അങ്ങനെ തന്നെ വേണം. പക്ഷേ നമുക്കറിയാം ഇപ്പം കംപ്ലീറ്റ് നല്ല രീതിയിൽ ട്രെഡുള്ള ടയറാണ്, പുത്തൻ ടയറാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഡ്രൈ കണ്ടീഷനിൽ ഇത് പെർഫോം ചെയ്യുന്ന പോലെ മഴക്കാലത്ത് പെർഫോം ചെയ്യണമെന്നില്ല. കാരണം റോഡിലുള്ള വെള്ളവും ഓയിലും പല വണ്ടിയിൽ നിന്ന് വീഴുന്ന ഫ്ലൂയിഡ്സും ഒക്കെ കൊണ്ട് റോഡ് സ്ലിപ്പറിയായി കിടക്കും. ആ സമയത്ത് ഡ്രൈ കണ്ടീഷന് അത്രയും ഒരു പെർഫോമൻസ് ഏറ്റവും നല്ല ടയറാണെങ്കിൽ പോലും, അതായത് പുതിയ ടയറാണെങ്കിൽ പോലും നമുക്ക് വെറ്റ് കണ്ടീഷന് കിട്ടണമെന്നില്ല. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ടയറുകൾ മോശമാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ വാഹനത്തെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ സേഫ്റ്റീനെ അഫക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഒരു മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ടയറുകൾ മാറാൻ ശ്രമിക്കുക. മോശമായിട്ടുള്ള ടയറുകൾ മാറാൻ ശ്രമിക്കുക. അപ്പം എന്താ പറയുക, അതിനുവേണ്ടി നമുക്കറിയാം നമ്മുടെ 4 ടയറുകളും, വാഹനത്തിൻ്റെ 4 ടയറുകളും ഏറ്റവും നല്ലത് ഒരേ രീതിയിൽ വിയറുള്ളത് തന്നെ ആവുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനുവേണ്ടി നമ്മൾ ടയർ റൊട്ടേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടയർ റൊട്ടേഷനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ വിയർ ചെക്ക് ചെയ്യുന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ നമ്മുടെ ടയറിൻ്റെ ഇതിപ്പോൾ സൈഡിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനൊരു ചെറിയൊരു ആരോ കാണിച്ചിട്ടുണ്ടാവും. ആ ആരോയുടെ നേരെ ഈ ട്രെഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ചെറിയ കണ്ടോ കണക്ഷൻസ് പോലെ ഇങ്ങനെ ഉണ്ടാവും, റബ്ബർ മെറ്റീരിയൽസ്. ഓക്കെ, ഈ ഒരു സാധനം നിൽക്കുന്നത് ബാക്കി നമ്മുടെ ടയർ സർഫസ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഈ സർഫസിനേക്കാളൊക്കെ താഴ്ന്നിട്ടായിരിക്കും ഈ ഒരു സാധനം നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടയറിൻ്റെ വിയർ അളക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ടയർ തേഞ്ഞ് ഈ ഭാഗമായിരിക്കും കോൺടാക്റ്റ് വരുന്നത്, അല്ലേ, ഈ ഭാഗമായിരിക്കും കോൺടാക്റ്റ് വരുന്നത് റോഡുമായിട്ട്. അപ്പോൾ അങ്ങനെ തേഞ്ഞ് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഒപ്പം എത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം ആ ടയർ മാറ്റാനായി തന്നെയാണ്, മോശമായി തന്നെയാണ് അതിനർത്ഥം. ഓക്കെ, അത്രയൊന്നും പോകേണ്ട കാര്യമില്ല, അതിന് മുമ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. ഇനി നമ്മുടെ മഴക്കാലത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ലൊരു ടയറാണെങ്കിൽ, നല്ല ട്രെഡൊക്കെ ഉള്ള നല്ലൊരു ടയറാണെങ്കിൽ അതെന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ റോഡുമായിട്ട് മുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ പാസേജുകൾ വഴി റോഡിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം എന്താ പറയുക, വെള്ളമായിട്ട് മുട്ടുന്ന ഇത്രയും ഭാഗങ്ങൾ മാത്രമേ വെള്ളവുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ സർഫസിൽ, അതായത് റോഡിൽ കിടക്കുന്ന വെള്ളമായിട്ട് കോൺടാക്റ്റ് വരുന്നുള്ളൂ. ബാക്കി വെള്ളത്തിന് ഈ ഒരു പാസേജ് വഴി മൂവ് ചെയ്ത് പോകാൻ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. നല്ല ട്രെഡുള്ള ടയറുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് അതാണ്. ഓക്കെ, അപ്പം ടയറുകൾ എപ്പോഴും നല്ല ടയറുകൾ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തുക മഴക്കാലത്ത് വാഹനം എടുക്കുന്നതിന് മുമ്പ് തന്നെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് വാഹനത്തിൻ്റെ ബ്രേക്കുകൾ. ഓക്കെ, ബ്രേക്കുകൾ. അപ്പോൾ ഈ ബ്രേക്കുകൾ നമുക്കറിയാം നമ്മുടെ ഒരു ഡ്രൈ കണ്ടീഷനിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം വണ്ടി നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ദൂരം ആവശ്യമാണ് നമ്മളൊരു വെറ്റ് കണ്ടീഷന്. കാരണം തെന്നലുണ്ട്, മഴ പെയ്ത് കിടക്കണം, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ദൂരം മൂവ് ചെയ്തിട്ടേ വാഹനം നിൽക്കുകയുള്ളൂ. ഡ്രൈ കണ്ടീഷൻ്റെ അത്ര ഒരു പെർഫോമൻസ് കിട്ടില്ല. അപ്പം നമ്മുടെ ബ്രേക്സ് അപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പാഡൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചതാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത്, തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലുമൊക്കെ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇടുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഐഡിലിട്ടതിന് ശേഷം ബ്രേക്ക് പെഡലൊന്ന് ഗ്രാജുവലായിട്ടൊന്ന് പുഷ് ചെയ്ത് നോക്കുക, അതായത് ചവിട്ടി നോക്കുക. അപ്പോൾ ആ സമയത്ത് ഒരുപാട് രീതിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ, അതായത് ഒരുപാട് രീതിയിൽ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനർത്ഥം എവിടെയെങ്കിലുമൊക്കെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ലീക്ക് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇടിപ്പോ കാര്യങ്ങളോ ഒക്കെ അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, ബ്രേക്ക് പെഡലിൽ നിന്നൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ബ്രേക്ക് പാഡ്സ് പ്രശ്നമുണ്ടെന്നാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക, എത്രയും വേഗം അത് പരിഹരിക്കുക. ഇനി നമ്മുടെ ടയറുകളും ബ്രേക്സുകളും പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പറുകൾ. ഓക്കെ, മഴയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം വൈപ്പറുകളുടെ പറ്റി നോക്കുമ്പം മെയിനായിട്ട് നോക്കേണ്ടത് വൈപ്പർ ബ്ലേഡ്സിനെ പറ്റിയാണ്. വൈപ്പർ ബ്ലേഡ്സൊക്കെ കറക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ ആണോ നോക്കുക. അതായത് വൈപ്പർ ബ്ലേഡ്സൊക്കെ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ആണെങ്കിൽ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇപ്പം വൈപ്പർ ബ്ലേഡ്സൊക്കെ മാറ്റാനായിട്ടുണ്ട്, ഉടനെ തന്നെ മാറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. വൈപ്പർ ബ്ലേഡ്സൊക്കെ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റുക. ഇനി അതല്ല വൈപ്പേഴ്സ് വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുക. ഇനി ഈ ഒരു സാധനം എന്താ പറയുക, വൈപ്പർ ബ്ലേഡ് മോശമാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ പാടുകൾ വീഴും.
സ്ക്രീനിൽ ഇങ്ങനെ വൈപ്പർ ഓൺ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് നമ്മൾ രാത്രിയിലൊക്കെ വാഹനം ഓടിച്ചു പോകണം, എതിരെ വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് ഇതിനകത്ത് വന്ന് വീഴുമ്പം നമ്മൾ ഫുൾ സ്കാറ്ററായിട്ടൊന്നും കാണില്ല, ആ ഒരു രീതിയിൽ വരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈപ്പർ ഈ ഒരു വിൻസ്ക്രീൻ വാഷർ. ഓക്കെ, വിൻസ്ക്രീൻ ഫ്ലൂയിഡൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മളിപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കിടക്കുന്നൊരു സമയത്താണെങ്കിൽ റോഡിൽ ചെളിയൊക്കെ ഉണ്ട്, ആ ചെളിയൊക്കെ തെറിച്ച് നമ്മുടെ വിൻസ്ക്രീനിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഴുമ്പം നമ്മൾ വൈപ്പർ മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിൻസ്ക്രീൻ, അതായത് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് സ്ക്രാച്ച് വരാനൊക്കെ സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ വിൻസ്ക്രീൻ വാഷർ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി നമ്മുടെ വൈപ്പറിൻ്റെ അവിടെ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫ്ലൂയിഡൊക്കെ വാഹനത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇനി ആ ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമാണെങ്കിൽ നിറച്ചാൽ മതി, എന്തെങ്കിലും സോപ്പുകളോ കാര്യങ്ങളോ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് സോപ്പുകളും കാര്യങ്ങളുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ടാങ്ക് ഇരിക്കുന്നത്, ഇവിടെ താഴെ കാണുന്നതാണ് അതിൻ്റെ ഒരു ടാങ്ക്. അപ്പോൾ ഇതുവഴിയാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് വൈപ്പറുകളെ പറ്റി പറയാനുള്ളത്, വൈപ്പറിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി വൈപ്പറുകൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്സ്. അതായത് നമ്മൾ സാധാരണ മഴയൊന്നും ഇല്ലാത്ത, മഴക്കാലം അല്ലാത്ത സാധാരണ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന അതിനേക്കാളും കൂടുതൽ നമുക്ക് ഹെഡ്ലൈറ്റ് യൂസ് വരും മഴക്കാലത്ത്. കാരണം മഴക്കാലത്ത് നമുക്കറിയാം വിസിബിലിറ്റി ഒരുപാട് കുറവാണ്. അതുപോലെ തന്നെ കാർമേഘമൊക്കെ വന്ന് മൂടുമ്പോൾ അല്ലെ മഴക്കാറൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇരുട്ടായിരിക്കും, അത് അപ്പോഴും വിസിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ലൈറ്റ്സ് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് ഒരുപാട് മഴക്കാലത്താകുമ്പം ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഹെഡ്ലൈറ്റ്സിൻ്റെ എല്ലാം പ്രോപ്പറായിട്ട്, ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റ്സും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെയോ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം നമുക്കറിയാം, ഇനി ഒരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, നമുക്ക് മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ കൈയെങ്കിലും കാണിച്ച് ഹാൻഡ് സിഗ്നലോട്ട് നമുക്ക് പോകാം. പക്ഷേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് ആക്കാനോ ഇങ്ങനെ കൈ പുറത്തേക്ക് ഇട്ട് സിഗ്നൽ കാണിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഹെഡ് ലൈറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇനി ഹെഡ്ലൈറ്റ്സും വൈപ്പേഴ്സും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി. അപ്പോൾ ബാറ്ററി നമുക്കറിയാം സാധാരണ ഒരു സമയത്തിനേക്കാളും കൂടുതൽ ബാറ്ററി യൂസേജ് വരുന്നുണ്ട് മഴക്കാലത്ത്. കാരണം നമ്മുടെ ഹെഡ്ലൈറ്റ്സ് വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ വൈപ്പേഴ്സൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു സമയത്തേക്കാളും കൂടുതൽ ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മഴക്കാല സമയത്ത്. ഈ ടെർമിനൽസിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ട്, അത് ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാറ്ററി ഇനി വീക്കാണല്ലോ, ബാറ്ററി മാറ്റേണ്ടതാണെങ്കിൽ അങ്ങനെ റീപ്ലേസ് ചെയ്ത് വെക്കുക, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്ത് വെക്കുക. ഇനി ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് വയറിങ്ങൾ. എന്തെങ്കിലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയറിങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം പരിഹരിക്കുക. അതായത് ഇതുപോലെ ഇൻസുലേഷൻ ഒരുപാട് വിട്ട വയറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ഇൻസുലേഷൻ വിട്ട വയറുകളിൽ ഇൻസുലേഷൻ പോയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള വയറുകളിൽ വെള്ളം വന്ന് വീഴുമ്പോൾ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഫിറ്റിങ്സ്, നമ്മുടെ ഓക്സിലറി ലൈറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വയറിങ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വയറിങ്ങിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല പ്രോപ്പറായിട്ടുള്ള കേബിൾ, പെട്ടെന്ന് ഇൻസുലേഷൻ പോകാത്ത പ്രോപ്പർ നല്ല രീതിയിലുള്ള കേബിളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അതായത് ഇതുപോലത്തെ ബീഡിങ്ങുകളും കാര്യങ്ങളിലൊക്കെ സൈഡിലൂടെ ലീക്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വെക്കുക. ഇനി ലീക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പടിക്കും, അതുപോലെ തന്നെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളിലൊക്കെ തുരുമ്പടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യമാണ്, അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മുടെ വാഹനത്തിൻ്റെ ഒരുപാട് ചെറിയ സ്ക്രാച്ചസോ അല്ലെങ്കിൽ വലിയ സ്ക്രാച്ചസോ ഒക്കെ ഉണ്ടാവും. നമ്മൾ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഫൈബർ പാർട്ടായിട്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു പെയിൻറ്റ് പോയ ഒരു പാർട്ട്, നമ്മുടെ ഒരു മെറ്റൽ പാർട്ടാണ് ഇതുപോലെ പെയിൻറ്റ് പോയിരുന്നെങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ പെയിൻറ്റിൽ കോട്ടിംഗ് ഉണ്ട്, റസ്റ്റ് പ്രൂഫാണ്. അതായത് നമ്മുടെ തുരുമ്പിക്കില്ല, പെയിൻറ്റ് ഉണ്ട്, അതിന് കോട്ടിംഗ് ഉണ്ട്, അപ്പോൾ തുരുമ്പിക്കില്ല. അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, മെറ്റാലിക് പാർട്സിന് അങ്ങനെ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം തുരുമ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക എത്രയും വേഗം. അപ്പോൾ ഇനി അടുത്ത കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ AC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ AC മഴയായിട്ട് എന്താ ബന്ധമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ നിങ്ങൾ അടച്ചിട്ട് മഴയ സമയത്ത് അടച്ചിട്ട് പോകുമ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ചിലപ്പം ഇങ്ങനെ ഫോഗ് വരുന്നിട്ട്, അതായത് വിൻസ്ക്രീനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോഗ് പോലൊരു മൂടൽ പിടിക്കാറുണ്ട്. അപ്പോൾ AC ഒന്നും ഇല്ലാത്ത വാഹനമാണെങ്കിൽ നമ്മൾ ഒന്നിലെ ഗ്ലാസ് താത്തിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു തുണി എടുത്ത് തുടച്ചു. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മളവിടെ ഇതിങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഓക്കെ, അകത്ത് ഇപ്പം
ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം മഴ പെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല തണുപ്പും നമ്മൾ ഗ്ലാസ്സൊക്കെ ഇട്ട് പോകുമ്പം AC ഒന്നും ഇല്ലാതെ പോകുമ്പോൾ അകത്ത് ചൂടുമാണ്. അപ്പോൾ ആ സമയത്ത് അകത്ത് ഇങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ ഒരേ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണം. നമ്മളപ്പോൾ അകത്ത് AC യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടിയിൽ AC ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കിടന്ന് തുടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് സർവീസിനെ പറ്റിയാണ്. അപ്പം എന്താ പറയുക, പ്രോപ്പറായിട്ട് വാഹനം സർവീസ് ചെയ്യണം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ മഴക്കാലത്ത് എത്തുന്നതിന് മുമ്പ് ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്ററൊക്കെയാണ് സർവീസിന് ഇനിയുള്ളത്. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ തന്നെ ആ ഒരു സർവീസ് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ അവർ എവിടെയാണോ, ഷോറൂമിലാണോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അവരോട് പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുന്നത് അവരെ കൊണ്ട് പറഞ്ഞ് ചെക്ക് ചെയ്യിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സർവീസ് ആണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ എന്തായാലും ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.